ഇവിടെ ഒരു ടേബിളും 3 പെട്ടി വെച്ചതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? 20, 60. അതൊരു സ്ട്രിക്റ്റ് റൂളാണോ? ഒരിക്കലുമല്ല, ഒരു ഗൈഡ് ലൈനാണ്. അത് ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നും എത്താൻ വലിയ പാടായിരിക്കും, അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തവർ. ചിലർക്ക് വളരെ പെട്ടെന്ന് പറ്റും. ഇത് എന്നെ കൊണ്ട് പറ്റുമോ? ഒരു തരത്തിലാണ് 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി എത്തിക്കുന്നത്. പുതിയ നിയമത്തിൽ ദശാംശം എന്ന് പറഞ്ഞ സിസ്റ്റമേ ഇല്ല. ദശാംശം യഹൂദൻ്റെയാണ്. യഹൂദന് ദൈവം കൊടുത്തൊരു കൽപ്പനയാണ്. അത് നമ്മൾ അനുവർത്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പുതിയ നിയമത്തിൽ നാം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? 20, 10, 12, 30 ഒന്നും എഴുതിയിട്ടില്ല. നമ്മൾ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സന്തോഷത്തോടു കൂടിയാണ്, എന്ത് നിശ്ചയിച്ചാലും സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കേണ്ടത്. 60-ൽ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്ന പലരും കാണും. പക്ഷെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. എല്ലാം ഇന്ന് ഒറ്റയടിക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, 1 വർഷം കൊണ്ടെങ്കിലും പതുക്കെ അതിലേക്ക്, അടുത്തൊരു ഏപ്രിലേക്ക് ആകുമ്പോഴെങ്കിലും പതുക്കെ നമുക്കതിലേക്ക് നടക്കാൻ കഴിയുമോ? അങ്ങനെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? 1 വർഷം കൊണ്ടെങ്കിലും അതിലോട്ട് പതുക്കെ എന്ന് വെച്ചാൽ ഒരു 20% ഭാവിയിലേക്ക് കരുതാനും 20% ദൈവത്തിന് കൊടുക്കാനും. പഴയ നിയമത്തിൽ അവർ ന്യായപ്രമാണമനുസരിച്ച് കൃത്യമായി കണക്ക് നോക്കി കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിൽ കൃപയ്ക്കൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് that we have received എന്നാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ സഭയിൽ പറയണോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എൻ്റെ ഉത്തരം, സാക്ഷരതയിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് കേരളം. എന്നാൽ സാമ്പത്തിക സാക്ഷരതയിൽ വളരെ പുറകിലാണ്. എങ്ങനെയാണ് കയ്യിൽ വരുന്ന പണത്തെ കൈകാര്യം ചെയ്യേണ്ടത്? സ്കൂളിൽ ഇത് പഠിപ്പിക്കാറില്ല, കോളേജിൽ പഠിപ്പിക്കാറില്ല, ട്യൂഷൻ സെൻ്ററിൽ പോയിട്ട് അവിടെ പഠിപ്പിച്ചില്ല, പാരൻസ് കുട്ടികളെ പഠിപ്പിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യും? ഞങ്ങളെ പോലുള്ളവർ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ ഇത് സംസാരിക്കാൻ കാരണം, ഞാൻ പ്രതിനിധീകരിക്കുന്ന യേശു വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ചു. ഒത്തിരി പേരും ബൈബിൾ വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നതെന്തോ, എന്താണ് യേശു പറഞ്ഞതെന്ന് ഒത്തിരി പേർക്കും പിടുത്തം കിട്ടാറില്ല. ബൈബിളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2350 വചനങ്ങൾ പണത്തെക്കുറിച്ചോ പണത്തെ സംബന്ധിച്ചോ ആണ്.